മക്കളെ, സ്നേഹാവസ് ആണ്. നമ്മുടെ ഹവ ഓർ ധൂൽ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതേ മുകളിൽ കാണിച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതേ ഒരു ക്വസ്റ്റ്യൻ മക്കൾ പഠിച്ചിട്ടുണ്ടാവണം. നോക്കുക, സൂചന തന്നിട്ടുണ്ട് കവിതാംശ് പടിക്കർ സഹി മിലാൻ കരെ. മാച്ച് ദ ഫോളോയിങ് ആണ് തന്നിട്ടുള്ളത് അല്ലെ. അതിന് മുമ്പ് എന്ത് തന്നിട്ടുണ്ട് മക്കൾക്ക്? കവിതയുടെ ഒരു ഭാഗവും തന്നിട്ടുണ്ട്. ഈ കവിതയുടെ ഭാഗം നോക്കിയിട്ട് മാത്രം മക്കൾ എന്ത് ചെയ്താൽ മതി? ഈ മാച്ച് ദ ഫോളോയിങ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ എന്തായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ? നോക്കിക്കേ, ഉടി ഹവാക്കെ എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഉടി ഹവാക്കെ എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇത് ഇവിടുന്ന് കണ്ടെത്തണം. എന്നിട്ട് എന്താ ബാക്കി എന്താ തന്നിരിക്കുന്നത്? പീച്ചെ പീച്ചെ. അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള ആൻസർ ഏതായിരിക്കും? പീച്ചെ പീച്ചെ ആയിരിക്കും. മക്കൾ ഇതെന്ത് ചെയ്തു? ശരിയാക്കി കൊടുക്കുന്നു. ഇനി അടുത്ത എന്താ തന്നേക്കുന്നത്? നോക്കിക്കേ, ഹവ ഹോ ഗയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഹവ ഹോ ഗയി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇത് കവിതയിൽ നിന്ന് മക്കൾ നോക്കുന്നു. എന്നിട്ട് അതിന് ബാക്കി എന്താ തന്നേക്കുന്നത്? ധൂൽ കെ നീച്ചെ. നോക്കിക്കേ, അപ്പൊ ധൂൽ കെ നീച്ചെ എന്ത് ചെയ്യുന്നു? ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ. മക്കൾ എന്ത് ചെയ്യുന്നു? ഇത് വരച്ചു കൊടുക്കുന്നു. സിമ്പിൾ അല്ലെ? ഇത്രയും സിമ്പിൾ ആയിട്ടൊന്നും നമുക്ക് ആൻസർ കിട്ടത്തില്ല. നോക്ക് എന്താണ് അടുത്ത എന്താണ്? സോത്തി ധൂൽ എന്ന് തന്നിട്ടുണ്ട് അല്ലെ. ഉറങ്ങുന്ന പൊടി എന്ന് തന്നിട്ടുണ്ട്. സോത്തി ധൂൽ എന്ന് പറയുന്ന ഭാഗം മക്കൾ ഇവിടുന്ന് തപ്പുന്നു. നോക്കിക്കേ, അതിന്റെ ബാക്കി എന്താ? അചാനക് ജാക്കി. ഓക്കെ, അചാനക് ജാക്കി ഇവിടെ ഉണ്ട്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുന്നു? അതും ഇതാക്കുന്നു, വരച്ചു കൊടുക്കുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ടാറ്റ, ബൈ ബൈ.